നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത ഏതാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ചില ആളുകൾക്ക് അത് കൃത്യമായിട്ട് ദഹിച്ചിട്ടുണ്ടാവണമെന്നില്ല. പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സിനിമയുമായി ബേസ് ചെയ്തിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് എന്നുണ്ടെങ്കിലും സിനിമ വാർത്തയല്ല എന്നുള്ളൊരു കാര്യം ആദ്യമേ പറയേണ്ടതുണ്ട്. വാർത്ത ഇത്രയേ ഉള്ളൂ. ഇന്ന് ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, അതായത് സ്കൂൾ കുട്ടികളുടെ റോട്ടിലുള്ള തെരുവിലുള്ള അടി, അത് നിങ്ങളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ടാവും. അത് മാത്രമല്ല, കുട്ടികൾ ക്ലാസ് മുറിയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധം കൊണ്ടുവന്നിട്ടുള്ള അടി കാര്യങ്ങളൊക്കെ നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ 3-4 പിള്ളേർ കൂടി തല്ലിക്കൊന്നു എന്ന് തന്നെ പറയാം. ആ രീതിയിലുള്ള ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ കേരളത്തിൽ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കോമഡിയും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആ കോമഡി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം മലയാള സിനിമയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു അറിവ്, അല്ലെങ്കിൽ ഒരു വാർത്ത. അപ്പൊ ആ മലയാള സിനിമ ഇത്ര ക്രൂരമായിട്ട് വിദ്യാർത്ഥികളെ കൊല്ലുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു വിശകലനം മാത്രമാണ് ഈ ഒരു വീഡിയോ എന്നുള്ളത് ആദ്യമേ തന്നെ പറയേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വാർത്ത അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കാണുക. അല്ലാതെ മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന വീഡിയോ അല്ല ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷയമായിരിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ നിങ്ങൾ വാർത്ത കേട്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അത് തന്നെയാണ് വാർത്ത TVയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് കാലത്ത്, കാരണം ആ കൊലപാതകികൾ എന്ന് തന്നെ വിളിക്കാം, കൊലപാതകികളായിട്ടുള്ള ആ കുട്ടികൾ ഇന്ന് പരീക്ഷ എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള പാർട്ടിക്കാരുടെ വലിയ പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത പുറത്തു വരുമ്പോഴാണ് മലയാള സിനിമയിലെ അക്രമം കൂടുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ള വാർത്ത വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ, കഞ്ചാവ് വല്ലതും ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല, എന്തിനേലും ഒരു പയ്യൻ ഒരു കുടുംബത്തിലെ എല്ലാവരും കൊന്നു കളഞ്ഞു. കാരണം എന്ന് പറയുന്നത് കടം കയറിയിട്ടാണെന്നാണ് പറയുന്നത്. കടം കയറിയിട്ട് സ്വന്തം അമ്മേനെ കുത്തി കൊന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കടം മാറുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അവൻ ചത്തൂല. അത് വേറൊരു കോമഡി. അപ്പൊ എന്തിനേലും ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീലിംഗ് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാളുടെ ഈ പിതാവ്, അയാൾ വിദേശത്തായിരുന്നു, സൗദിയിലോ മറ്റോ ആയിരുന്നു. അയാൾ അവിടുന്ന് ഈ ഒരു ദുരന്ത വാർത്ത അറിഞ്ഞ് അവിടെ നിന്ന് പുള്ളിക്ക് അവിടെ എന്തൊക്കെയോ ഇതുണ്ടായിരുന്നു, കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നാട്ടിലോട്ട് എത്തിക്കഴിഞ്ഞ ആ നിമിഷം മുതൽ ചാനലിൽ പുള്ളി ലൈവാണ്. പുള്ളി ഒന്ന് മൂത്രമൊഴിക്കാൻ പോവുകയാണെങ്കിൽ അതുവരെ ഇവിടെ ചാനലിൽ അദ്ദേഹം എന്താ മൂത്രമൊഴിക്കാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭീകരമായിട്ടുള്ള ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്രയും വൃത്തികെട്ട ഒരു ചാനൽ സംസ്കാരം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ മാതിരി പൊതുസമൂഹത്തിലുള്ള ഈ പറഞ്ഞ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ഇതായിട്ട് എന്താ പറയുക, ഭീകരമായിട്ട് തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. ക്ലാസ്സിനകത്ത് വരെ കത്തിയും വടിവാളും ഒക്കെ ആയിട്ട് പോകുന്ന 8ാം ക്ലാസ്സുകാരനും 9ാം ക്ലാസ്സുകാരനും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മാന്യ സുഹൃത്തുക്കളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഏതെങ്കിലും സ്കൂൾ കുട്ടിയായിട്ട് തോട്ടി പിടിക്കാൻ നിൽക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വിട്ടുകളയുക. അത് അവരുടെ പാടായി അവരുടേതായിട്ടുള്ള രീതിയിലൂടെ അവിടെ പൊക്കോട്ടെ എന്ന് കരുതുക. പിന്നെ സിനിമയുടെ കാര്യം, ഇന്ന് കാലത്ത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇന്ന് കാലത്ത് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ സിനിമാ നടനായിട്ടുള്ള ഒരു മന്ത്രി, അതാരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയാണ്, മലയാള സിനിമയിൽ ചോര ചീന്തുന്ന സിനിമകളൊക്കെ നിരോധിക്കണം, അങ്ങനെയുള്ള സിനിമകൾ കാരണമാണ് പുതുതലമുറ നശിച്ചു പോകുന്നതെന്ന്. അതായത് പോലീസിന് ഇതിനകത്തൊന്നും യാതൊരു പങ്കുമില്ല, മയക്കുമരുന്ന് കാര്യങ്ങൾക്കൊന്നും ഇതിനകത്തൊരു പങ്കുമില്ല. മലയാള സിനിമയിൽ ചോര ചിന്തുന്നത് കാണിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കേരളത്തിൽ ആക്രമണം കൂടുന്നത് എന്നാണ് സിനിമാ നടനായിട്ടുള്ള ഒരു മന്ത്രി ഇന്ന് കാലത്ത് ഞാൻ കണ്ട പോസ്റ്റാണ്. അപ്പൊ ഇന്നലെ ആയിരിക്കും പറഞ്ഞിരിക്കുക. എന്ത് തന്നെയാലും ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കണം. ഇങ്ങനെയുള്ള അവസരത്തിലായിരിക്കും അത് പറയേണ്ടത്. അതായത് മലയാള സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മലയാള സിനിമയിലല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സിഗരറ്റ് വലിച്ചാൽ അടിയിൽ ബാനർ വരും, സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. മദ്യപിച്ചാൽ അടിയിൽ ബാനർ വരും, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളത്. സ്ത്രീകളെ തല്ലുകയോ അല്ലെങ്കിൽ കുട്ടികളെ തല്ലുകയോ ചെയ്യുന്നത് കാണിച്ചാൽ അപ്പോൾ താഴെ ബാനർ വരും, സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇതാണെന്ന് പറഞ്ഞുള്ള ഒരു ബാനർ അവിടെ താഴെ വരും. പക്ഷെ ഒരു പുരുഷനെ തല്ലിക്കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ അല്ലെങ്കിൽ കുത്തിക്കീറുകയോ എന്തെങ്കിലും കാണിച്ചാലും
ഒരു ബാനറും താഴെ വരില്ല. അതിന്റെ ഒരു സൈക്കോളജി നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഇപ്പൊ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്, ഹെൽമെറ്റ് വെക്കാതെ പോയാൽ താഴെ ബാനർ വരും, ഹെൽമെറ്റ് വെക്കാതെ പോയി കഴിഞ്ഞാൽ ശിക്ഷാർഹമാണ്. സീറ്റ് ബെൽറ്റ് ഇടാനുള്ള വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഓടുന്ന വണ്ടിയിലല്ലോ ഇരിക്കണേ, അതും കൂടി പറഞ്ഞേക്കാം. അപ്പൊ സീറ്റ് ബെൽറ്റ് ഇടാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും ബാനർ വരും. പക്ഷെ ഒരു പുരുഷനെ വെട്ടിക്കൊന്നാൽ അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയായ ഒരാളെ എന്തെങ്കിലും ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ രക്തം ചിന്തുന്നത് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഒരു നിയമമില്ല, അവിടെ ആർക്കും എന്തും ചെയ്യാമെന്നാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഒന്ന് ഈ പറഞ്ഞ സിനിമാ മന്ത്രി തന്നെ ഒന്ന് പറഞ്ഞു തന്നാൽ, സിനിമാ മന്ത്രി അല്ല, സിനിമാക്കാരനായിട്ടുള്ള മന്ത്രി തന്നെ ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ കുട്ടികളുടെ കാര്യം, സ്കൂൾ കുട്ടികൾ ഇങ്ങനെ പോകുന്നത് സിനിമ കൊണ്ടാണ് എന്ന് പറയുന്നതിൽ വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. സിനിമ കൊണ്ടല്ല, കാരണം ഈ സ്കൂൾ കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത സിനിമകളാണ് ഈ പറഞ്ഞ സിനിമകളല്ല. ഇപ്പൊ മാർക്കോന്റെ പേരിലാണല്ലോ ഈ ലഹളയൊക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതാണല്ലോ ഇപ്പോ ഈ പറഞ്ഞ മറ്റേ പിതാവിനെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്ന ചാനലുകൾ കിട്ടുന്ന ഗ്യാപ്പിൽ താങ്ങുന്നത് ഈ മാർക്കോന്റെ ഇതൊക്കെ വെച്ചിട്ടാണല്ലോ, ഫ്രെയിമൊക്കെ വെച്ചിട്ടാണല്ലോ. അപ്പൊ ആ ഒരു സിനിമ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് വയലൻസ് സാധാരണ ആളുകൾ കാണാൻ പറ്റാത്ത സിനിമകളാണെന്നുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് കിട്ടും. മാർക്കോ മാത്രമൊന്നുമല്ല വയലൻസ് കൊണ്ട് ഇവിടെ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ഹൊറർ സിനിമ കൊണ്ടാണ് മലയാള സിനിമയിൽ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് വരുന്നത്. മറ്റേ സെക്സ് കൂടിയിട്ടല്ല, ഹൊറർ ഭീകരത കൂടിയിട്ടാണ്. അതായത് പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് മലയാളത്തിലെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് സിനിമ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സിനിമയ്ക്ക്, അല്ലെങ്കിൽ മാർക്കോ പോലുള്ള ഒരു സിനിമയ്ക്ക് ഒരിക്കലും ഈ സ്കൂൾ കുട്ടികൾക്ക് പോയി കാണാനുള്ള യാതൊരുവിധ അനുമതിയും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. എന്നാൽ ഈ സ്കൂൾ കുട്ടികൾ തന്നെ തിയേറ്ററുകളിൽ പോയിട്ട് പടം കാണുന്നതും അതിന്റെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതേപോലുള്ള ഈ പീക്കിരി ടീമുകളൊക്കെ വന്നിട്ട് റിവ്യൂ ഇടുന്നതും ഭയങ്കര ആഘോഷം കാണിക്കുന്നതും തിയേറ്ററിന്റെ അകത്തുനിന്ന് വീഡിയോ എടുത്തിടുന്നതും അവിടെ നിന്ന് ഷോർട്ട് ചെയ്യുന്നതൊക്കെ, ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. നിങ്ങളും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ കുറ്റക്കാരൻ ആരാണ്? മാർക്കോ എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ച ആൾക്കാരാണോ, അതോ ഈ കുട്ടികളെ പറഞ്ഞുവിട്ട മാതാപിതാക്കളാണോ, അതോ ഈ കുട്ടികളെ തിയേറ്ററുകളിൽ കയറി ഈ സിനിമ കാണാൻ അനുവദിച്ച തിയേറ്ററുകാരാണോ? എനിക്കറിയത്തില്ല ഇതിൽ ആരാണ് കുറ്റക്കാരെന്നുള്ളത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് കേരള ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനോ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല, അവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. കാരണം ഇതെല്ലാം മലയാള സിനിമയുടെ ഒരു അതിപ്രസരം കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നത് കൊണ്ടായതുകൊണ്ട് ഇവിടുത്തെ പോലീസിന് അതിനകത്തൊന്നും ചെയ്യാനില്ല. അവരാണെങ്കിൽ കേസ് ഉണ്ടെങ്കിൽ ആരെങ്കിലും കേസ് തന്നാൽ മാത്രം കേസ് എടുക്കാമെന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കേരള പോലീസിനെ മൊത്തം കുറ്റം പറഞ്ഞല്ല, ഇതുപോലുള്ള സംഭവങ്ങളുടെ കാര്യം പറഞ്ഞാണ്. അപ്പോൾ ഇതുപോലെയുള്ള ടീമുകളാണ് ഇവിടെ നിയമങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾ ഇങ്ങനെ അല്ലാതിരിക്കുന്നത് എന്നുകൂടി ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ശേഷം വന്ന തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പോലും ഒരു കാര്യം ഓർമ്മയുണ്ടാവും. സ്കൂളിൽ ടീച്ചറുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് എന്ന് മുതൽ, 1ാം ക്ലാസ് മുതൽ. ഇന്ന് ആ ഒരു സംഭവം ഇവിടെ ഇല്ല. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സംഭവത്തിന് ഒരു മറുപടി എന്നുള്ള രീതിയിൽ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. സ്കൂളിലെ ടീച്ചർമാർക്കും സാറുമാർക്കും വടിയെടുക്കാനുള്ള ഒരു അനുമതി കൊടുക്കുക. 1ാം ക്ലാസ് മുതൽ തന്നെ വടിയെടുക്കാനുള്ള അനുമതി കൊടുക്കുക. ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തലമുറ അവരങ്ങോട്ട് പാസ് ഔട്ടായി കഴിഞ്ഞാൽ, പാസ് ഔട്ടോ ഫെയിൽ ഔട്ടോ എന്തെങ്കിലും ഔട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലമുറയെങ്കിലും മര്യാദയ്ക്ക് ഈ പറഞ്ഞ മയക്കുമരുന്നും കഞ്ചാവും ഒന്നും ഇല്ലാതെ ക്ലാസ്സിൽ കിടന്ന് കത്തിയും വടിവാളൊക്കെ ഇട്ട് കൊണ്ടുവന്ന് അടിയുണ്ടാക്കാതെ കൂടെ പഠിക്കുന്നവനെ തല്ലിക്കൊല്ലാതെയെങ്കിലും 10ാം ക്ലാസ് വരെയെങ്കിലും പാസ്സാവുമെന്നുള്ളൊരു കാര്യം ഗ്യാരണ്ടി പറയാം. അതിന് സാറുമാരും ടീച്ചർമാരും വടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുള്ള നിയമമൊന്നും ഇപ്പം നിലവിൽ ഇന്ത്യയിലില്ല. നിലവിലെ ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട് ഇതുപോലെ തന്നെയാണ് പോട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും. എന്ത് തന്നെയാലും കാണാം എന്താണ് വരാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും, എന്ത് വന്നാലും, നാട്ടിൽ എന്ത് വന്നാലും, ഇനിയിപ്പോൾ ഭൂകമ്പം വന്നാലും മലയാള സിനിമ കാരണമാണെന്ന് പറയാൻ പോലും ഇവിടെ പല ആളുകളും ഉണ്ടാവും. മുൻപന്തിയിൽ നമ്മുടെ സിനിമാക്കാരനായിട്ടുള്ള മന്ത്രിയും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഇതിനോടകം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്ത് തന്നെയാലും എൻ്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എനിക്ക് പറയാൻ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്, പക്ഷെ അതൊന്നും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ രേഖപ്പെടുത്തിയാൽ എനിക്കും കൂടി അറിയാമായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വാർത്തയെ കാണുന്നതെന്ന്. ഓക്കെ, അപ്പോഴത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.